നമസ്കാരം. ഒരു ഫുഡ് വ്ളോഗായിട്ട് വരാനായിട്ട് തീരെ താല്പര്യമില്ലാത്തൊരാളാണ് ഞാൻ. എന്നിട്ട് എന്തുകൊണ്ട് ഇങ്ങനൊരു വീഡിയോ വന്നതെന്ന് വെച്ചാൽ, ഈ വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതിൽ പല ഇൻഗ്രീഡിയൻസും ചേർക്കുന്നത് നിങ്ങൾ കാണാം. എന്നാൽ മനസ്സുകൊണ്ട് മാത്രം ചേർക്കുന്ന ഒരു ഇൻഗ്രീഡിയൻസ് ഇതിലുണ്ട്. അത് ഈ വീഡിയോ മുഴുവൻ കണ്ടാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. അത് ആ ഒരു പ്രത്യേകത ഉള്ളത് കൊണ്ടാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ഇതിൽ ചെയ്യുന്നത്. ഞങ്ങൾ എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിലെ പരിസരങ്ങളിൽ ഓടുന്ന ഓട്ടോറിക്ഷക്കാരാണ്. ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാൾ കഴിഞ്ഞ വർഷം മരണപ്പെടുകയും ആ വ്യക്തിയുടെ മകളുടെ വിവാഹമാണെന്ന്, ആ വിവാഹത്തിന് ക്ഷണിച്ചിട്ടുള്ള ആളുകൾക്കുള്ള ഭക്ഷണം ഞങ്ങൾ ഉണ്ടാക്കി കൊടുക്കാം എന്ന് പറഞ്ഞ് വന്നതാണ്. ഇതാണ് മുജീബിക. ഇത് കല്യാണത്തിന് തലേ ദിവസം രാത്രിക്കുള്ള ഫുഡാണ്. നെയ്ച്ചോറും ചിക്കൻ റോസ്റ്റുമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോട്ട് പച്ചമുളക് അരച്ചത്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇതിൽ ഞങ്ങളുടെ കൂട്ടത്തിൽ 2 പേർക്ക് ഭക്ഷണം വലിയ കുഴപ്പമില്ലാണ്ട് ഉണ്ടാക്കാൻ അറിയാം. ഇപ്പോൾ മസാലപ്പൊടി ഇടുന്നതാണ് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, ചിക്കൻ മസാലപ്പൊടി, ടൊമാറ്റോ സോസ്, ചില്ലി സോസ്, ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ തട്ടനാണ്. അപ്പോൾ ഇതുണ്ടാക്കാൻ അറിയുന്ന 2 പേര് നമ്മുടെ കൂട്ടത്തിലുണ്ട്. അവർ 2 പേർക്കും പ്രശസ്തി തീരെ ഇഷ്ടമല്ല. ഒരു കാരണവശാലും അവരുടെ മുഖം ഇതിൽ വരരുത് എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ കയ്യും കാലും മാത്രമേ നിങ്ങൾക്കിതിൽ കാണാൻ കഴിയൂ. അത് പെട്ടത് തെറ്റിദ്ധരിക്കേണ്ട ബട്ടറാണ്. അങ്ങനെ നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് സ്റ്റാൻഡിൽ ഓടുന്ന നമ്മുടെ ചേട്ടന്മാർ എത്തിയത്. ഗോപിച്ചേട്ടൻ, ബാബുച്ചേട്ടൻ, ചാൾസ് ചേട്ടൻ, ശശിചേട്ടൻ, അങ്ങനെ അവർ 4 പേരും നാളെ അവർക്ക് എത്താൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്ന് തലേ ദിവസം രാത്രി എത്തിയതാണ്. അങ്ങനെ നമ്മുടെ ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നെയ്ച്ചോറ് വെക്കാനുള്ള പരിപാടിയാണ്. ചെമ്പ് വെച്ച് ഓയിൽ ഒഴിച്ചു, അതിൻ്റെ കൂടെ തന്നെ ഡാൽഡ, എന്നിട്ട് മസാലക്കൂട്ടുകൾ അത് ഡാൽഡയിലേക്ക് ഇട്ട് അവിടെ പൈനാപ്പിൾ ഇട്ട് ശരിക്ക് ഇളക്കിയതിന് ശേഷം വെള്ളം ഒഴിക്കണം. വെള്ളം തിളച്ച് അരി കൊണ്ട് കഴുകി മാറ്റി വെച്ചിട്ടുള്ള അരി അതിലേക്കിട്ട് അങ്ങനെ നമ്മുടെ ചോറ് റെഡിയായിട്ടുണ്ട്. ഏകദേശം അവസാനമായിട്ട് നെയ്യ് ഒഴിച്ച് പൊരിച്ച കശുവണ്ടി, മുന്തിരി, വേപ്പില, വേറൊരാൾ പൈനാപ്പിൾ, പിന്നെ ക്യാരറ്റ്. ഞാൻ ആദ്യം പറഞ്ഞിരുന്നു ഞങ്ങളുടെ ഒരു കൂട്ടായ്മ, അതാണ് ഇതിൻ്റെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ്. അങ്ങനെ ചോറ് സെറ്റായിട്ടുണ്ട്. ഞങ്ങളുണ്ടാക്കിയിട്ടുള്ള പ്രത്യേക അച്ചാറാണ്, നാരങ്ങയും ഈന്തപ്പഴം കൂടി മിക്സ് ആയിട്ടുള്ളത്, സലാഡ്. ഇത് നാളത്തേക്കുള്ള പരിപാടിക്കുള്ളതാണ്. നാളെ ബീഫ് റോസ്റ്റ്, നെയ്ച്ചോറ്, പരിപ്പ് കറി. അപ്പോൾ ഇതിനുള്ള തയ്യാറെടുപ്പ് തുടങ്ങിക്കഴിഞ്ഞു. മുജീബിക്കാനെ കൂടെ സീരിയലുണ്ട്. പിന്നെ തേങ്ങ കൈകാര്യം ചെയ്യുന്നത് സഫീറാണ്. തൊട്ടപ്പുറത്തിരിക്കുന്നത് റഫീഖ്. കല്യാണത്തിൻ്റെ ആർഭാടങ്ങളോ ആഘോഷങ്ങളോ ഒന്നുമില്ലാതെ വളരെ ഒതുക്കി നിൽക്കുന്നൊരു കല്യാണമാണത്. മണവാട്ടിയായിട്ടുള്ള മകളെ അനുഗ്രഹിക്കാനും ഞങ്ങളെല്ലാവരെയും കാണാനുമായിട്ട് ഞങ്ങളുടെ സുഹൃത്തിൻ്റെ ആത്മാവ് ഇവിടെ തന്നെയുണ്ട് എന്ന വിശ്വാസത്തോടെ ഇതിനുവേണ്ടി സഹകരിച്ച ഒരുപാട് പേരുണ്ട്. എല്ലാവർക്കും ഹൃദയത്തിൽ നിന്ന് ഒരുപാട് നന്ദി.